ഇതെവിടുന്ന് ഒഴുകി വരണേ? ഇതിന്റെ മുകളിൽ വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാൻ അനുമതിയില്ല അല്ലേ? അങ്ങട് നമ്മൾ ആദ്യം കൊണ്ടുപോയിണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അതെ. എന്തുകൊണ്ട് കഴിഞ്ഞാ കിലോമീറ്റർ കൂടും അവിടേക്കൊക്കെ പോവാനേ. കിലോമീറ്റർ കൂടും. അതെ. പിന്നെ ആൾക്കാര് കൂടുതലും വയ്യാണ്ടാവും. എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങടെ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററിന്റെ ഒക്കെ അടുത്ത് വരും. വൺ സൈഡ് മാത്രം. പോവാ പോവാ. ഡാമിന്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലേ? ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗമില്ലേ? ഈ ഇത് ഇപ്പൊ ഒരു മണം കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. ഞാൻ വെറുതെ ആവശ്യമില്ല ശ്രദ്ധിക്കണ ഷട്ടറിന്റെ ഭാഗത്ത് ഉണ്ടല്ലേ? ഷട്ടറിന്റെ ഭാഗത്തേ ഡാമിന്റെ ഡസ്റ്റ് സെന്റർ ഉണ്ട്. അവിടെ ഒരു 2 കട ഉണ്ട്. അതെ. ഫുഡല്ല, അവിടെ ഈ ചെറിയ കൊള്ളി ബീഫ്, ഈ കൊള്ളി മുട്ട മിക്സ്ഡ് അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ നമ്മള് എൻട്രി ചെയ്യുന്നതിന്റെ താഴത്തെ ഹോട്ടലുണ്ട്, അവിടെ അല്ലാതെ ഉണ്ട്. ചോറ് ഊണൊക്കെ ഉണ്ട്. ഊണൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു മണ അത് ചെറിയ ചെറിയ ചെടികളുടെ ഒക്കെ സ്മെല്ലായിരിക്കും. അതെ. കിട്ടണ്ട മണം ഇവിടെ നമുക്ക് കിട്ടി. എനിക്ക് കിട്ടണില്ലേ? അതെ. എനിക്കിനി കൂടുതൽ മണക്കാള ശക്തി തോന്നുന്നതായിരിക്കും. ചിന്തിച്ച് അത് ഇപ്പൊ മനസ്സിലുള്ള ആഗ്രഹം എന്നിട്ടാ എന്തെങ്കിലും ഒരു സാധനത്തിന് സൈറ്റിങ് കിട്ടണോ, അതേ ചിന്തയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന കാരണമാണ് നമുക്ക് എന്ത് തോന്നുമ്പോഴും എന്ത് സ്മെല്ല് എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ മനസ്സിൽ ഫുള്ള് അതായിരിക്കുമല്ലോ. വഴിക്ക് ചെരുപ്പ് ഇങ്ങനെ നടക്കാൻ പറ്റിയ ചെരുപ്പല്ല. ഈ വട്ടമരം കണ്ട, ഈ വട്ടമരത്തില് ഒരു ചെളിയൊരു ഭാഗം കണ്ട, അത് ഈ ആന ഈ സൈഡ് വശം കൊണ്ട് ഉരയ്ക്കുന്ന ഇതാണത്. ടെറിട്ടറി മാർക്കിംഗ് ഒന്നല്ലല്ലോ? അല്ലല്ല, ടെറിട്ടറി മാർക്കിംഗ് ഒന്നല്ല. ആനക്കില്ലല്ലോ അല്ലേ? ആനക്കെല്ലാം ടെറിട്ടറി തന്നെ. കടുവയ്ക്കാണ് ടെറിട്ടറി ഉള്ളത്. ഇതണ്ട ഇത്രയ്ക്കും ഇത് വരും. ഉണ്ടോ? ഇത് ഈ സൈഡ് വശല്ലേ, ഇത്രയും ഭാഗം കൊണ്ട് ചെളിയായിട്ട് നിൽക്കുന്നതാണ്. കടുവ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂടുതൽ അനിമൽസ് ആണ്. അത് ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടി പിടിച്ചിട്ട്, ഇല്ലാണ്ട് കടുവ പെട്ടെന്ന് പോയി ഇന്ന് വരണം പിടിച്ച് ഇന്നേ ദിവസം തന്നെ അടുത്തന്നെ പിടിക്കില്ല കടുവ. മെയിനായിട്ട് വലിയ മൃഗങ്ങളല്ല പിടിക്കുക. ഈ ഒരു മൃഗത്തെ കടുവ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിയുന്നത് വരെ അത് തിന്നുകൊണ്ടിരിക്കും കടുവ. അത് കഴിഞ്ഞ് എല്ലു വരെ നക്കി തുടങ്ങിയതിന് ശേഷമാണ് കടുവ പിന്നീട് വേറെ ഇതിനെ അറ്റാക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള മൃഗങ്ങളുടെ പേരല്ല കടുവേര്. പിന്നെ ആൾക്കൊരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറി വിട്ട ആളെ അധികം പുറത്തേക്ക് വരില്ല. പിന്നെ ആ ടെറിട്ടറിയിലേക്ക് വേറെ ഏതെങ്കിലും അനിമൽസ് കടന്നു കഴിഞ്ഞാൽ മാത്രമാണ്. പുലിക്കില്ല, ടൈഗറിന് മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈ പുലി, ഈ കടുവേനെ തന്നെ ചിലര് പുലി എന്ന് പറയുന്നുണ്ട്. ഇത് പുലി, പുലിമുരുകൻ. ശരിക്കും പുലിമുരുകൻ കടുവേനെ കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ സിനിമയിലെ ഓരോ ട്രിക്കുകളല്ല. തമിഴില് പുലി എന്നാ പറയാ. വരയൻപുലി. നോക്കി ശ്രദ്ധിച്ചാ നന്നായിട്ടാ. ഈ ചെരുപ്പ് ഇങ്ങനെ വഴുക്കണ അത് ഇങ്ങനത്തെ ചെരുപ്പിന്റെ പ്രത്യേകത നനഞ്ഞപ്പോഴേ ഞാൻ മറ്റേ ചെരുപ്പ് കണ്ടു. ഈ ചെരുപ്പ് പെട്ടെന്ന് ഉണങ്ങില്ല. ഈ കാലിന്റെ അടിയിൽ വളങ്കടിയൊക്കെ വരാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ് ഈ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ. ചെരുപ്പ് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ കാലിന്റെ അടിയിൽ പ്രശ്നങ്ങൾ. എന്റെ കാലിന്റെ അടിയൊക്കെ അയ്യോ. ഇത് എന്നിട്ട് ഈ കൊട്ടവഞ്ചി സീരായിട്ട് ഇങ്ങനെ തുഴഞ്ഞോണ്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും നനയല്ല കാലിന്റെ അടിഭാഗമൊക്കെ. കാല് പൊട്ടുണ്ടെന്നല്ലേ?
വളങ്കടി വരും. അത് ഈ ചെരുപ്പിട്ടാലും വരും കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പിട്ടാലും മതി. സാധാരണ ഈ ചെരുപ്പൊന്നും ഉണങ്ങില്ല, ഞാനിട്ടത് ഉണങ്ങില്ല. സോക്സ് ശരിക്കും സാധാ ചെരുപ്പില്ലേ പാരഗന്റെ, അതാണ് ഏറ്റവും നല്ലത്. ഇത് വ്യൂ ആണോ? ഇത് റിസർവയറിന്റെ ഒരു ഭാഗമാണ്. വിറക് തോടുന്ന പറഞ്ഞ സ്ഥലമായി. അങ്ങോട്ട് എത്താൻ പറ്റുമോ നമുക്ക്? ആ റിസർവയറിന്റെ ഒഴുകി ഇറങ്ങാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ റിസർവയറിന്റെ തീരത്തുണ്ടെങ്കിൽ കാണാം. നമുക്ക് ഈ അനിമൽസിനെ ഉറപ്പ് പറയാൻ പറ്റില്ല ഒരിക്കലും. ഇത് ഇതിന്റെ അങ്ങേറ്റാണോ? ഇത് നമ്മുടെ എക്കോ ഷോപ്പിന്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ അറ്റം. ഞാൻ കാട്ടി തരാം നമുക്ക് എത്തേണ്ട സ്പോട്ട്. ഒറ്റയ്ക്ക് വരാറുണ്ട് നിങ്ങള്? ഞാനാ ഈ കൂട് അന്വേഷിച്ചിട്ടൊക്കെ ഒറ്റയ്ക്ക് വരും. കൂണ് അത് വർഷത്തിൽ ഒരു തവണ കിട്ടുന്ന സംഭവമാണല്ലോ. ഒറ്റയ്ക്ക് വരാൻ പേടിയൊന്നുമില്ല? ഇല്ല, നമ്മള് എന്നിട്ട് പരിചയമുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടൊക്കെ ഈ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ കാടിനോട് അത്രയ്ക്കും ഒരു ക്രൈസ്. നമുക്ക് ഈ വഴിയാണ് പോണ്ടത്. അങ്ങേറ്റത്താണോ ആന കാണ്ടിങ്ങാണ്? അല്ല, ആന ഇവിടെ ഒക്കെ ഇറങ്ങിക്കാറുണ്ട്, ഈ സൈഡിലൊക്കെ നിൽക്കാറുണ്ട് ആന. നമുക്ക് എത്തേണ്ടത് അവിടെയാണ്. കുളിക്കാനൊക്കെ വേറെ സ്ഥലം ഉണ്ടാവില്ല എനിക്ക്? അല്ല, ഇതൊക്കെ വട്ടം ക്രോസ് ചെയ്ത് നീന്തു ആന. 2 പോത്തങ്ങൾ കിടക്കണുണ്ട്. നാടൻ പോത്താണ്, കാട്ടുപോത്തല്ല. വെള്ളത്തില് കണ്ട് വളർത്തണതാ? അതല്ല, അത് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരില്ലേ, ഇവിടെ നമ്മുടെ എച്ചിപ്പാറ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിന് ഉടമസ്ഥന്മാരുണ്ട്. പുലി പിടിക്കില്ല ഇപ്പൊ? ചിലതിനൊക്കെ പുലി പിടിക്കും. 2 ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അവിടെ കണ്ട, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഒരു ഉണക്കമേനൊക്കെ കണ്ട, എവിടെ ഒരു നീല ടാർപ്പായ ബോട്ട് കിടക്കണുണ്ടോ? കണ്ടു. ഇതിങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള വഴിയല്ലേ? ഇതിന്റെ അടിയിൽ കൂടെ ഇതുമാരെ തന്നെ റോഡുകളുണ്ട്. അതൊക്കെ വെള്ളം കയറി കിടക്കുക. ശരിക്കും വെള്ളം ഈ റോഡ് വരെ എത്തും. ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അത് ആ മല വലിയ വരാന്ന് പറയും. ആ മല പണ്ടത്തെ ആൾക്കാര് തേനൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാറുണ്ടെന്ന് പറയാറ്. വലിയ വര. അതിന്റെ മുകളിൽ കയറി 3 കിലോമീറ്റർ ഉള്ള അതിന്റെ മുകളിലേക്ക്. പക്ഷെ അതിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോ ഈ ഡാമിന്റെ റിസർവയർ ഒക്കെ ഒരു മാപ്പ് കാണില്ലേ നമ്മള്, അതേ മോഡലായിരിക്കും. അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അല്ലല്ല, പോത്തന്നെ. കാട്ടുപോത്ത? അല്ലല്ല, വെള്ളത്തിറക്കണുണ്ടല്ലേ? കണ്ടു. കാട്ടുപോത്തല്ല, നാടൻപോത്ത. ഈ പാറയുടെ മുകളിലേക്കൊക്കെ എന്നിട്ട് കയറാൻ പറ്റിണ്ടായിരുന്നു. അല്ലല്ല, ആനയും കയറും, നമുക്കും കയറാൻ പറ്റിണ്ടായിരുന്നു. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ല കോറിന്നൊക്കെ, അതൊക്കെ ആ വഴിയാണ്ട അടഞ്ഞടക്കണ വഴിയില്ലേ, ആ വശത്താണ്. നാടൻ പോത്തിനൊക്കെ ഇങ്ങോട്ട് ഇതൊക്കെ നീന്തി കിടക്കുന്നത്. നമ്മൾ ഈ മനുഷ്യന്മാർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പഠിക്കണം. അനിമൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി തന്നെ അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വരം അല്ലെങ്കിൽ ശക്തി.
അത് ഓട്ടോമാറ്റിക്കലി വരുന്നല്ലേ. അത് നീർക്കാക്കയാണ് കേട്ടത്. അത് വെള്ളത്തിൽ കുറെ നേരം കിടന്നു കഴിഞ്ഞിട്ടേ അതിന്റെ ചിറക് ഉണക്കാൻ വേണ്ടിട്ടാണ് അത് കയറിയിരിക്കുന്നതാണത്. ഈ ചിറക് ഉണക്കിയാലാണ് അതിന് പറക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ചിറക് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അധികം സെറ്റ് ആവില്ല. ആനനെ കാണാൻ പറ്റിയില്ല. നമ്മള് കാണണം കാണാനും പറ്റില്ല, ഒന്നിനും കാണാൻ പറ്റില്ല. ശരിയാട്ടോ. നമ്മള് മുമ്പ് വന്നിട്ടുള്ളപ്പോഴേ വെറുതെ ഇങ്ങനെ വരും, ആനനും കാണാൻ പറ്റില്ല. അങ്ങനെ വഴിയിൽ നിറച്ച ആനകള് കൂട്ടം. ഇപ്പൊ ഈ റോഡ് സൈഡിൽ ആ ബെൻസിങ് കെട്ടിയ സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ ആന ഇറങ്ങാറില്ല. സാധാ ഒരു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമൊക്കെ റോട്ടിക്ക് എപ്പോ നോക്കിയാലും ആന തന്നെയായിരുന്നു. ഇത് ആനല്ലേ? പോത്തിന്റെ അത് പോത്തിന്റെ ആയിരിക്കും. ആരോ വരുന്നുണ്ട്, സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. മനുഷ്യരാണ്. ഒന്നില്ലെങ്കിൽ അവിടെ സംസാരിക്കുന്ന ഒക്കെ അടിക്കുന്നതായിരിക്കും, ഒന്നില്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്കായിരിക്കും വരുന്നതായിരിക്കാം. ട്രക്കിങ്ങിന് പോയിട്ടോ? ഇല്ലില്ല, നമ്മൾ മാത്രമേ അവിടുന്ന് വന്നിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ച എപ്പോഴും എനിക്ക് ശനിയാഴ്ച ഓർമ്മ. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിനും അത് പൊതുവെ തിരക്കുറവാണ് ഇവിടെ. മിക്ക ശനി ഞായറാണ് ഇവിടെ, നമുക്ക് നേരെയാണ് പോകുന്നത്. ശനി ഞായറാണ് ഇവിടെ കൂടുതലായിട്ട് തിരക്ക് വരുന്നത്. ട്രക്കിങ്ങിന് രാവിലെ തൊട്ട് തന്നെ ആൾക്കാർ വരും. നമ്മളൊരു 3 മണി വരെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുള്ളൂ. 3 മണിക്ക് ശേഷം നമ്മൾ ടിക്കറ്റ് കൊടുക്കാറില്ല. നമുക്ക് പോയി വരുന്ന ദൂരം നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. പക്ഷെ ഇപ്പൊ ആനയൊന്നും വരണ ലക്ഷണം കാണാനല്ലോ. ഒന്നും കാണാനില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ലല്ലോ, വേറെ സൈഡ് ഉണ്ടാവൂലേ? മൊത്തം കാടല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിരപ്പള്ളിയിലൊക്കെ ആനയൊക്കെ കുളിക്കുന്നത് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലിയ കാടായതുണ്ടാവൂലേ? കുറച്ചുകൂടി വലിയ കാടും പിന്നെ അവിടെ ആ വാഴച്ചാല് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ വഴിയിലെ കിടപ്പ് എങ്ങനെയാണ്. ഒരുവിധം 5 മണിക്ക് ശേഷം ഈ വാൽപ്പാറയ്ക്കുന്ന ആൾക്കാരെ കിടത്തി വിടില്ലല്ലോ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ് മാത്രമാണ് കടന്നു പോവാ. പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഫുള്ള് ടാങ്ക് അടിച്ചിട്ട് വേണം പോവാൻ. വഴിയിൽ വെച്ച് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാലേ വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ പെട്ടു. പോലീസൊന്നും വരും, അല്ല മറ്റേ ഫോറസ്റ്റ് ഓഫീസേഴ്സൊന്നും വരില്ല. അപ്പോൾ എത്ര കിലോമീറ്റർ ഡിഫറെൻ്റ് ഉണ്ട്. വരികയൊക്കെ ചെയ്യും അവരേ, വരികയൊക്കെ ചെയ്യും. പക്ഷെ പറയാൻ പറ്റില്ല, നമുക്ക് എവിടെ വെച്ചിട്ട് വണ്ടിയുടെ കാര്യമല്ല.
മറ്റേ അപ്പുറത്തെ സൈഡിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കണ്ടാവില്ലേ? ഇത് പോണ വഴിക്കൊരു 3-4 ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോവാൻ. നമ്മുടെ ഈ കേരളത്തിന്റെ തന്നെ 2-3 ചെക്ക് പോസ്റ്റ് കിടക്കണം. അത് കഴിഞ്ഞിട്ട് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ്. ഈ വഴിക്കാണ് സൈക്ലിങ് വരാറ് കേട്ടോ. സ്ഥലേ ഒറ്റയ്ക്കൊക്കെ അത്യാവശ്യം ധൈര്യം വേണം കേട്ടോ. ഒറ്റയ്ക്ക് വന്നെങ്കിൽ അത്യാവശ്യം ധൈര്യമൊക്കെ വേണം. നിങ്ങൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? കാടിനെ കുറിച്ച് അത്യാവശ്യം അറിയാലോ. അറിയാം. ശരിക്കും മൃഗങ്ങളൊക്കെ ഈ സൂലൊക്കെ കാണുന്നത് ഇങ്ങനെ കാണുന്നത് തന്നെയല്ല ശരിക്കും നമുക്കൊരു ഇതായിട്ട് തോന്നണം. ആനന്ന് പറയുമ്പോ പ്രത്യേകിച്ച് തൃശ്ശൂര് നമുക്ക് എപ്പോഴും ആനേനെ കാണാൻ പറ്റുന്നതാ. ഈ സൂലെന്ന് പറഞ്ഞേ കാണുന്നത് നമ്മള് കൂട്ടിലാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിന് ക്ഷീണം പറ്റാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കാടാണല്ലോ. അപ്പൊ അതിന്റെ സാമ്രാജ്യമാണ്, മൃഗങ്ങളുടെ സാമ്രാജ്യമാണത്. അപ്പോ ഇത് കൂട്ടിലല്ലോ ഒന്നിലല്ലോ ഫ്രീ ആണുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറലായ ഭക്ഷണം, അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും ആരോഗ്യവാനായിരിക്കും. മഴ പെയ്യോ? ഞങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ആനല്ലേ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കയറി പോകുമ്പോഴൊക്കെ ആനനെ കാണാം. വളവൊക്കെ തിരിഞ്ഞ് കയറി പോയില്ലേ? അപ്പോ വേനൽക്കാലത്തും മഴക്കാലത്തും തന്നെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു മഴ ചാറുന്നുണ്ടല്ലേ? ഇല്ലില്ല, കുറച്ചും കൂടി ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടോ? 1 കിലോമീറ്റർ ഉണ്ടോ? 1 കിലോമീറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടോട്ടൽ എത്രയോ? 2900, 3 കിലോമീറ്റർ അല്ലേ? അല്ല, നമ്മൾ ആ റോട്ടിലേക്ക് ഇറങ്ങിയില്ലേ, അതുവരെ 2900. ഇതൊരു 6 കിലോമീറ്റർ ഉണ്ടോ ടോട്ടല്? ഇല്ല, ഞാൻ വന്നിട്ട് 3ഉം 2ഉം പറഞ്ഞ 3, 2, 5 എന്ന് പറഞ്ഞ 5 കിലോമീറ്റർ അല്ലേ? 5 കിലോമീറ്ററിന്റെ അടുത്തില്ല.
5 കിലോമീറ്ററിന്റെ അടുത്തില്ല. അത് 2900 അത്. ഇതൊരു 2 കിലോമീറ്ററും. അപ്പൊ 5 ആവില്ല. 2900 നമ്മൾ പറയാൻ വേണ്ടിട്ട് എളുപ്പത്തിന് 3 കിലോമീറ്റർ എന്ന് പറയുന്നു. ഇനി വേറെ വഴിയുണ്ടോ ഈ കാടിന്റെ ഉള്ളില്? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങി വന്ന ട്രക്ക് പാത്തില്ലേ, ആ വഴിക്ക് ഇവിടെ തന്നെ നേരെ കയറി പോവാം. അത് ഞങ്ങൾക്ക് പിന്നെ ഡെയിലി ഇങ്ങനെ നടന്നിട്ടും കൊണ്ടുപോയിട്ടുള്ള ശീലമുള്ളത് കൊണ്ടേ വഴികളും നമുക്ക് പരിചയമാണ്. പിന്നെ ആന അത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് റിസർവയറിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിലൊക്കെ കയറി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വഴികളൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്ന വഴിക്ക് പോയി ഇന്ന സ്ഥലത്ത് എത്തണം, അത് അറിഞ്ഞിരിക്കണം നമ്മളായത് തന്നെ. ആന ഇവിടെ നിൽക്കുകയാണെങ്കിൽ റിസർവയറിൻ്റെ അവിടേക്ക് ഇറങ്ങാം. അല്ല, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ചിലപ്പോ റിസർവയറിലുണ്ടാവും, ചിലപ്പോ ഇവിടെ ഉണ്ടാവും ആന. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോ റിസർവയറിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അവിടെ ആനനെ കാണാം. അപ്പൊ നമ്മൾ കയറാൻ പറ്റുമോ? ഈ വഴി കൂടെ അങ്ങോട്ട് കയറാം. നമുക്ക് ട്രക്ക് പാത്തിലേക്ക് കയറാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ റോട്ടിക്ക് തന്നെ ചാടാം. കയറ്റം കൂടില്ല. ഓക്കെ, കുറച്ച് കയറ്റം കൂടും. കയറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ആ കയറ്റം കയറണില്ല. ഒന്ന് കയറ്റത്തിന് ഇങ്ങനെ റൗണ്ട് ഇല്ലേ, ഇങ്ങനെ റാ മോഡലില്ലേ, ഒന്ന് ചേഞ്ച് ആവണല്ലോ. പിന്നെ അനിമൽസ് അപകടകാരികളൊന്നല്ല. നമ്മൾ കൂടുതലും ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും. ഇപ്പം ആന വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആന പേടിച്ച് പോണ വീഡിയോസൊക്കെ കണ്ടല്ലേ? ചില ആനകള് അങ്ങനെ പേടിക്കൊന്നുമില്ല. ആന ചിലപ്പോ ആ വരണ വരവില് അലക്കി പോകുന്നു. നമ്മളെന്തിനു വെറുതെ റിസ്ക് എടുക്കണ്? നമുക്ക് ആന തന്നെ വഴി ഒരുക്കി തരും കടന്നു പോവാൻ വേണ്ടിട്ട്. ആന ചിലപ്പോ അത് അവിടെ നിൽക്കണമെങ്കിൽ മിണ്ടാണ്ട് നിന്നോളും. നമ്മൾ ഈ വഴിക്ക് ശബ്ദം ഉണ്ടാക്കാണ്ട് ആനേനെ ശല്യപ്പെടുത്താണ്ട് കടന്നു പോവാ. ആന മാറി നിന്ന് തരും നമുക്ക് കടന്നു പോവാൻ വേണ്ടിട്ട്. അതിനും വിട്ട് നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോകുമ്പോഴാണ് അത് നമുക്കൊരു ഫോട്ടോ കൂടി എന്നിട്ട് അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്താലോ നമുക്ക് പോകുമ്പോഴാണ് നമുക്ക് ഓരോ പണികൾ കിട്ടണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആനേനെ ഭയങ്കര പേടിയാ. അങ്ങനെ നാട്ടാനായാലും കാട്ടാനായാലും, പക്ഷെ എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പേടിക്കണ്ട ഫോട്ടോ ഒക്കെ എടുക്കാനേ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പേടി വേണം. കരടിനെയും ആനേനെയും ആണ് ഏറ്റവും കാട്ടില് ശ്രദ്ധിക്കേണ്ടതെന്നല്ലേ പറയാ. ശ്രദ്ധിക്കണം. പക്ഷെ അങ്ങനെ പേടി വേണം. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇതും വേണം, ധൈര്യം വേണം. രണ്ടും വേണം. നമ്മുടെ മനസ്സിൽ അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഓരോ ഐഡിയകൾ വന്നോണ്ടിരിക്കും. ആ ടൈമിലേ നമുക്ക് ഇന്ന വഴി കൂടെ പോയെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചാടാം എന്നൊരു കാൽക്കുലേഷൻ വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അത് നമുക്ക് ഏതെന്തുണ്ടോ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന നല്ല എക്സ്പീരിയൻസാ. അല്ല, നമ്മളതിന് പെടണില്ല, കാണാണ് നമ്മള്. കണ്ടിട്ട് നമ്മള് വഴി തിരിഞ്ഞ് പോവാ. അത് ഒരു ലീഡറായിട്ട് മെയിനായിട്ട് നമ്മുടെ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ അത് ആ ഗൈഡ് നമുക്ക് കിട്ടണ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവരെ അവിടെ തിരിച്ചെത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു സുഖം ഫീല് ഒരു പ്രത്യേക ഫീൽ. അത് മഴ കൂടും.
കൂടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ചാറ്റിൽ നമ്മളെ അവിടെ എത്തണ വരെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നങ്ങനെ കഴിഞ്ഞ വട്ടം ഞാൻ വന്ന പോലെയുള്ള മഴ ദിവസമായില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തിട്ട് മഴയായിരുന്നു. ഞായറാഴ്ച നല്ല മഴയായിരുന്നു. 4:30 മഴ പെയ്തു തുടങ്ങി. കുറെ ആൾക്കാർ കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റാണ്ട് റിട്ടേൺ പോയി. നല്ലൊരു തിരക്ക് വന്നിട്ടേ കുറെ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. റീഫണ്ടിങ് എടുത്തവര് റീഫണ്ട് കൊടുക്കുന്നല്ലേ? മഴ കാരണം കയറാൻ പറ്റിയില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കും. പക്ഷെ നമുക്കത് വലിയൊരു ഇതാ പ്രശ്നം റീഫണ്ട് വരുന്നതേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പണി കുറയാണ് അവിടെ. ഇതൊക്കെ കാഞ്ഞരം എന്ന് പറയുന്ന മരാട്ടോ സാധനം. ഈ ചെറുതല്ലേ? ഈ ചെറുത് ഇത് വലിയ മരമാവും, വലിയ തടിമരാവും. ഇത് ഈ മരം ഏതാ ഈ കാണുന്നത്? ഇതാ ഇത് വട്ടയാണ്. വട്ട സാധാരണ പാഴ്മര. പാഴ്മരാണ്. ഇതണ്ടാ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് വട്ട. ഇതൊക്കെ വട്ടേ. അതിൻ്റെ ഇല കണ്ട, എല്ലാവരും ഷേപ്പ് കണ്ട, വട്ട കളറിൽ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു കയറാൻ പറ്റുമോ? സെയിം ടിക്കറ്റില്ലേ? ഇല്ല വീണ്ടും എടുക്കേണ്ടി ടിക്കറ്റ്. വീണ്ടും എടുക്കേണ്ടി വരും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിക്കും. അതാ ചെക്ക് പോസ്റ്റിൽ. ഇപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ ചെക്ക് പോസ്റ്റിൽ കിടക്കുമ്പോഴേ ഈ നമ്മൾ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി ഒരു ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വണ്ടിയുടെ, അത് കാറ്റ് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ചേട്ടനോട് പറയാ, ചേട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കയറിട്ടാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കിടത്തി വിടും. കിടത്തി വിട്ടിട്ട് കയറുമ്പോൾ ഈ ടിക്കറ്റ് ആയിട്ട് എടുത്തിട്ട് കയറാണ്. ആ കിടക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയാം, ചേട്ടാ ഞാൻ റിട്ടേൺ കിടക്കുമെന്ന് പറയാം, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണ്ടെന്ന് പറയാം. അവിടെ ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് ഇരിക്കുന്നില്ലേ, അടുത്ത് ഇല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞാലും മതി. അങ്ങനെ കിടത്തും. കൊട്ടവഞ്ചിക്കൊന്ന് കയറാന്ന് വിചാരിച്ചിട്ടാ. പറഞ്ഞ പോലെ ആന കുത്തി മറിച്ചിട്ടുള്ളതാണോ ഇതൊക്കെ? അല്ലല്ല, അത് ചിലപ്പോ ഇങ്ങനെ കാറ്റത്ത് മഴയത്തായിരിക്കും. ആനയുടെ ലക്ഷണമില്ലല്ലേ? പണ്ട് ചിമ്മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് ഞാൻ വേനൽക്കാലത്ത് വരാറ്. ഒരു 3 കൊല്ലം ആനയുടെ ബഹളം തന്നെയായിരുന്നു. ഇപ്പൊ എന്താ പോയോ? അത് കാട്ടില് ഫുഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്ത് പോയേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന സംഭവമാണ്. അല്ല, ആനകളെ സംബന്ധിച്ചിട്ട് ശരിക്കും കുറച്ചും കൂടി ആനകള് ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന. അല്ല, വാഴത്തോട്ടത്തില് വാഴ ഇപ്പൊ ഇവിടെ കണ്ട ആന ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന വേറെ സ്ഥലങ്ങളിൽ കാട്ടിലായിരിക്കും. 10-50 കിലോമീറ്റർ ഡെയിലി നടക്കണ ജീവിയല്ലേ? വേറെ സ്ഥലത്തായിരിക്കും പിന്നീട് ആനനെ കാണാൻ പറ്റുക. അതെ, സ്ഥിരമായിട്ടൊരു സ്പോട്ടിൽ തന്നെ ഈ പ്രസവ സീസണൊക്കെ വരില്ലേ, ഈ കുട്ടികള് ഒരു 20 ഇത്രയ്ക്കുള്ള ടൈപ്പല്ലേ, അപ്പൊ മാത്രമാണ് ഇവിടെ കൂടുതലായിട്ടും ഒരാഴ്ചക്ക് ആന നിക്കണത്. അതിനുശേഷം കുട്ടികളൊക്കെ ഒരു സെറ്റായി കഴിഞ്ഞാൽ ആന പിന്നെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ചെറിയ കുട്ടികളുള്ളപ്പോൾ ആനല്ലേ അധികം ഏരിയക്ക് നടക്കില്ല. ആന ഒരു സ്പോട്ടിൽ മാത്രം നിക്കുള്ളൂ. ആന കുത്തിയിട്ട് വല്ല അപകടമൊക്കെ ഉണ്ട് എന്നോട്? ആന കുത്തിയിട്ട് ഈ ചിമ്മിനി ഡാമിൽ അപകടം ഒന്നും ഉണ്ടായിട്ടില്ല, വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നാൾ ഇവിടെയാണോ മാൻകുട്ടീനെ പിടിച്ച് ഒരു വീഡിയോ ഒക്കെ കണ്ടത്? പാലപ്പള്ളിന്ന് ഞാൻ കണ്ടേ. ഇവിടെ അല്ല, പാലപ്പള്ളി ഇവിടെ നിന്നൊരു
18. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ചിമ്മിനി പരിസര പ്രദേശത്താണോ? അല്ല അല്ല അല്ല, പാലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളല്ലേ? പാലപ്പള്ളി ഇവിടെ ഉള്ളതാണ്, പക്ഷെ കിലോമീറ്റർ നിന്നുണ്ട്. ആ, ചിമ്മിനിയിൽ പെടില്ലാന്ന് പാലപ്പള്ളി. പാലപ്പള്ളി എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലം. അല്ല, ഇവിടെ ഉള്ള ടൗൺ ഏതാ അപ്പോൾ? ഇവിടെ ഉള്ളത് എച്ചിപ്പാറയാണ്. എച്ചിപ്പാറ കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ആദ്യം അവിടെ നിന്ന് വരുമ്പോൾ? അവിടെ നിന്ന് വരുമ്പോൾ പാലപ്പള്ളി. അതാ ഞാൻ ചോദിക്കണേ. അവിടെ 2-3 ആൾക്കാർ, അത് ഈ പാലപ്പള്ളി തന്നെയാണോ എനിക്കറിയില്ല, മാൻകുട്ടീനെ പിടിച്ചിട്ട്. ഞാനിപ്പോ ബ്രോ പറഞ്ഞപ്പോഴാണ് ഈ കേസ് ഞാൻ അറിയുന്നത്. അതല്ലേ, അപ്പൊ ഇവിടെ ആവില്ല. പാലപ്പള്ളി തന്നെ എനിക്ക് തെറ്റിയതാണോ? ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു, ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ. ഒരു കാര്യം, 2 ആളുകൾ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക്. ഈ പുലിയും കടുവൊക്കെ ഉണ്ടെങ്കിൽ കിളികളൊക്കെ ഒച്ചുണ്ടാക്കൂലേ? കിളികള്, കുരങ്ങ് ഈ ഇവിടെ കുരങ്ങനെ കാണണമെങ്കിൽ ശനി ഞായർ ദിവസങ്ങൾ. എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ കൂടുതലായിട്ട് വരുമ്പോൾ ഇവര് ഭക്ഷണം കിട്ടാൻ വേണ്ടി. പിന്നെ ഇപ്പൊ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ തട്ടി പറിച്ചു തുടങ്ങി. അതിരപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം കുപ്പി പോലും കൈ പിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ട മനുഷ്യന്മാര്. പിന്നീട് ഒരു ചെറിയ കുട്ടിക്ക് ഒരു ഭക്ഷണം വരെ കഴിക്കാൻ പറ്റില്ല. ആനക്ക് വരെ കൊടുക്കേണ്ട ആൾക്കാര് ഓരോ വഴിയില്. ഭയങ്കര റോങ് അല്ല അതൊക്കെ? ശരിക്കും അതൊക്കെ റോങ് ആണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെ പേര് കേട്ട ആനകളുണ്ട് കേട്ടോ, പടയപ്പോ, ധോണി. പടയപ്പൊക്കെ പിന്നെ അങ്ങനെ കൊടുക്കുന്നില്ല തോന്നുന്നുണ്ട് ആളുകൾ. മൂന്നാറല്ലേ? മൂന്നാർ കണ്ടാ തന്നെ പേടിയാവും ചെയ്യും. അത് നമ്മൾ മനുഷ്യന്മാര് വളർത്തുന്ന ആനല്ല കേട്ടോ, കാട്ടാൻ തന്നെയാണ് ഈ പടയപ്പാന്ന് പറയുന്നത്. വണ്ടിയൊക്കെ വന്നെങ്കിൽ സൈഡ് മാറി കൊടുക്കുള്ളു. വണ്ടി പോട്ടേന്ന് പറഞ്ഞിട്ട്. നമ്മളെത്താറായി. നമ്മള് അങ്ങോട്ട് മുകളിലേക്ക് ഒരു വഴി കയറിയില്ലേ, അതിന്റെ അവിടെ എത്തി. അങ്ങനെ ഇരിക്കണത് ഈ ചെടി ഇത് കൈ എന്തിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിട്ട് പറയേണ്ടി വരും. ഇതെങ്ങനെ മേത്തൊക്കെ വയ്ക്കാറുണ്ടോ? എന്തൊരു ഔഷധം കൂടിയാണത്. ഇതില് ക്രിംസൺ റോസ് എന്ന് പറഞ്ഞ ഒരു ചിത്രശലഭമുണ്ട്, അത് ഇതിൽ വന്നിട്ട് കൂട് കൂട്ടാറുണ്ട്. ഇത് എന്തൊരു ആയുർവേദത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് എരിക്ക്. അല്ല, ഞാൻ കേട്ടണ്ടേ. എത്തിയില്ല നമ്മളെത്തി. സഫാരി ഉണ്ടോ നിങ്ങള്? സഫാരിയാ? ജീപ്പ് സഫാരി? ഇല്ല, ജീപ്പ് സഫാരി ഒന്നുമില്ല ഇവിടെ. ഞങ്ങള് ഇക്കോ ടൂറിസം 3 പ്രോഗ്രാംസ് ആണ് കൊണ്ടു നടക്കുന്നത്. ഒന്ന് സൈക്ലിംഗ്, 2 ഇപ്പോൾ പോയത് ട്രക്കിംഗ്, ഓൺലി ഹൈക്കിങ്. സൈക്ലിങ്ങിന് നമുക്ക് സാധാരണ ആളുകൾക്ക് ചെയ്യാം. ഒരു സൈക്കിളിന് ഇവിടെ ടിക്കറ്റ് ഫീ ആയിട്ട് വരുന്നത് 200 രൂപയാണ്. ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗൈഡും കൂടെ വരും സൈക്കിളിൽ. വേറെ ഗൈഡിന് വേറെ സൈക്കിൾ ഉണ്ടാവും, വേറെ സൈക്കിൾ ഉണ്ടാവും. പിന്നെ ഉള്ളത് കൊട്ടവഞ്ചിയാണ്. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേര് കയറും, പിന്നെ ഒരു 5 വയസ്സ് താഴെ ഒരു കുട്ടീനും കയറ്റും. സൈക്കിള് കയറാറുണ്ടോ? അങ്ങനെ പോവാറുണ്ട്. ഇപ്പൊ ഇട ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ്. പൊതുവെ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. ഡാം എത്ര കൊല്ലായി? ഡാം വർഷങ്ങളേ 10-70 കൊല്ലൊക്കെ ഉണ്ടോ? 50 കൊല്ലൊക്കെ ഉണ്ടോ? ആയിണ്ടാവും.
ഇത് ഈ എർത്തരാമിന്റെ ഭാഗമാണത്. എർത്തരാമിന്റെ ഭാഗം എന്ന് പറയാന്. എർത്തരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് പണിത ഡാം. ഇത് ഞാവൽ മരാണ് കേട്ടോ. അത് ഞാവലുണ്ടായിണ്ടോ? ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. സീസണിലാ. സീസണിലാ. ഞാൻ ഇവിടെ എവിടെ എൻ്റെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പാർക്കിംഗ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുണ്ടാവുക. ഇനി വെള്ളം കുടിക്കണമെങ്കിൽ അവിടെയാണ് ഷോപ്പ്. വെള്ളം കുടിച്ചിട്ട് വന്നല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുക. ഓക്കെ ശരി ബ്രോ. ശരി.